നിരോധനാജ്ഞകൾക്കോ കണ്ണീർവാതക ഷെല്ലുകൾക്കോ ബാരിക്കേഡുകൾക്കോ തടയാനാകില്ല തെരുവിൽ പ്രതിഷേധവുമായി അണപൊട്ടിയൊഴുകിയ കർഷക രോഷത്തെ. താങ്ങുവിലയ്ക്ക് നിയമസാധുതയടക്കം കർഷകർ നിരത്തുന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വികസന അവകാശവാദങ്ങൾക്കും മോദി ഗ്യാരണ്ടിക്കും നേരെ ഉയരുന്ന പുതിയ വെല്ലുവിളികളാണ്. രമ്യമായി പരിഹരിക്കപ്പെടണം എന്ന കോടതി നിർദ്ദേശത്തിന് നടുവിലും അധികാരവും ബലവും പ്രയോഗിച്ച് സമരത്തെ അടിച്ചമർത്താൻ കേന്ദ്രം നടത്തുന്ന ശ്രമങ്ങളിൽ കർഷക ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളുടെ വോട്ടുബലം കൂടിയാണ് പരീക്ഷിക്കപ്പെടാൻ പോകുന്നത്. എൻകൗണ്ടർ ഇന്ന് ഈ വിഷയത്തിലാണ്. പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടറിൽ ഇന്നിന്റെ അതിഥികൾ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ പ്രതിനിധി ശ്രീ കെ വി ബിജു, കോൺഗ്രസ് പ്രതിനിധി ശ്രീ രാജു പി നായർ, CPIM പ്രതിനിധി ശ്രീ M പ്രകാശൻ, BJP പ്രതിനിധി ശ്രീ TP ജയചന്ദ്രൻ എന്നിവർ. ആദ്യം ശ്രീ TP ജയചന്ദ്രൻ, ഈ കർഷക പ്രതിഷേധത്തെയും പ്രക്ഷോഭത്തെയും എത്രത്തോളം ഗൗരവത്തിലാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്, BJP കാണുന്നത്? ഇന്നലെ ഇപ്പോൾ 5 മണിക്കൂർ നീണ്ട ചർച്ചകളുണ്ടായി. പക്ഷേ ആ ചർച്ചകളിൽ ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല. പ്രധാനമായും ഈ വിലസ്ഥിരത, താങ്ങുവിലയുടെ കാര്യത്തിൽ ഒരു നിയമസാധുത വേണം എന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. അതിന് വഴങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. മറിച്ച് ഈ രാജ്യത്തെ പ്രധാനമായും ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും പഞ്ചാബിലെയും ഒക്കെ കർഷകർ, അതായത് വോട്ട് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 103 ലോക്സഭാ മണ്ഡലങ്ങളിലെ അംഗങ്ങൾ അവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. അതിനെ നേരിടുന്ന രീതി ഒരു ഭീകരവാദ സംഘത്തെ നേരിടുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പ്രക്ഷോഭത്തെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത്. വെറുതെ ബാരിക്കേഡുകൾ വെച്ച് തകർക്കുകയല്ല, മുള്ളാണികൾ എറിയുന്നു, അതുപോലെ തന്നെ കണ്ണീർവാതകം പ്രയോഗിക്കുന്നു, ഡ്രോൺ ഉപയോഗിച്ച്. പിന്നെ അങ്ങനെ വളരെ കർശനമായ രീതിയിൽ ഇവരെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കേന്ദ്ര സർക്കാർ രണ്ടും കൽപ്പിച്ച് ഈ സമരത്തെ നേരിടാമെന്നാണോ? ഗോപീഷ്ണ, ഇനിയും ഒരുപാട് നമുക്ക് കാണാനിരിക്കുന്നുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയം ഏതാണ്ടായില്ലേ? ജോർജ് സോറോസ് പറഞ്ഞില്ലേ, ഒരു $1 ബില്യൺ ഞാൻ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ചെലവഴിക്കും. അതിനുവേണ്ടി അദ്ദേഹവുമായി ബന്ധപ്പെട്ട കക്ഷികൾ ആരാണ് എന്നൊക്കെ നമുക്കറിയാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ താങ്കൾ ഈ പറഞ്ഞ ലോക്സഭാ കണക്കുകളുടെ എണ്ണത്തെ ഒന്നും ഞങ്ങൾ ഭയപ്പെടുത്തുന്നില്ല ഗോപികൃഷ്ണൻ. കാരണം 2020-21 വലിയ ഒരു സമരം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിരുന്നല്ലോ. അത് പോയ വഴികളിലൂടെയൊക്കെ പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴുണ്ടായതൊക്കെ നമുക്കറിയാമല്ലോ. ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോൾ താങ്കളുടെ ശ്രദ്ധ കടിക്കില്ല. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിയാണ്, പക്ഷെ അതിനുശേഷം കേന്ദ്രത്തിന് ആ 3 ബില്ലുകളും പിൻവലിക്കേണ്ടി വന്നല്ലോ. അല്ല, അത് പിൻവലിക്കേണ്ടി വന്നു. അതായിരുന്നു തുടക്കത്തിൽ ആവശ്യം. അത് പിൻവലിക്കുക എന്ന ആവശ്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയപ്പോഴും താങ്കളുടെ ഭാഷ പ്രയോഗിച്ചാൽ അവർ സമരത്തിൽ നിന്ന് പിന്മാറിയോ? അപ്പൊ അതൊന്നുമല്ല. ഇത് നിങ്ങൾ ഇനി ആവശ്യങ്ങളൊക്കെ പിൻവലിച്ചാലും, ഞാൻ പറഞ്ഞില്ലേ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. AAPക്കും കോൺഗ്രസിനും ഒക്കെ ബന്ധമുള്ള ആളുകൾ വളരെ കൃത്യമായി വാക്ക് കൊടുത്തിട്ടില്ലേ? ആ വാക്കൊക്കെ പാലിക്കണ്ടേ? അത് പോട്ടെ, അന്ന് കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ഉറപ്പുകളും വാഗ്ദാനങ്ങളും ഒക്കെ പാലിക്കപ്പെട്ടോ ജയേന്ദ്ര മാസ്റ്റർ? ഗോപികൃഷ്ണൻ, സാധാരണ ആങ്കർമാര് ഒന്നാമത്തെ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളതിൽ ഇങ്ങനെ പുട്ടിന് പീരയിടുന്ന മാതിരി ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തുന്ന ഒരു രീതി കണ്ടിട്ടില്ല. അത് ഞാൻ പറയുന്നത് വിഷയത്തൊന്നും വഴിമാറിയിട്ടുമല്ല താങ്കൾ ഇടപെടുന്നത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇടപെടുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സന്തോഷമുള്ള വർത്തമാനമായിരിക്കാം താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് 2020, 21, 22, ആ കാലഘട്ടത്തിൽ സമരത്തിന് ചെയ്ത ആളുകളൊക്കെ ഇന്ന് നേതൃത്വ നിരയിലുണ്ടോ? അവരൊക്കെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ സമരത്തിന് വരുന്നുണ്ടോ? എന്തേ ഈ കേന്ദ്ര ഗവൺമെന്റ് താങ്കൾ ഉറപ്പ് കൊടുത്തു എന്ന് പറയുന്ന സംഘടനകൾ ഇപ്പോൾ സമരത്തിന് ഇല്ലാത്തത്? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും ഒക്കെ കാര്യമായിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനുണ്ട്. പിന്നെ TP ജയചന്ദ്രൻ, ഇടപെടുന്നതിൽ താങ്കൾ അസ്വസ്ഥനാകേണ്ട കാര്യമില്ല. കാരണം താങ്കളുടെ വാദം ഉന്നയിക്കാനുള്ള സമയം ഞാൻ അനുവദിച്ചാൽ മതിയല്ലോ. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സവിശേഷമായ എന്തെങ്കിലും ഒരു സന്തോഷം തരുന്ന ഒന്നാണ് ഇതൊക്കെ എന്ന് താങ്കൾ പറഞ്ഞത് ഏത് അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അവകാശങ്ങൾക്ക് വേണ്ടി കർഷകർ നിരത്തിലിറങ്ങുന്നുണ്ടെങ്കിൽ ജനാധിപത്യ വിശ്വാസികളായ ആർക്കും അത് സന്തോഷം തരുന്നത് തന്നെയായിരിക്കും. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. ഞാൻ പ്രധാനമായി കേന്ദ്രീകരിക്കുന്നത്, ഇപ്പൊ താങ്കൾ പറഞ്ഞു ആ അന്നത്തെ നേതാക്കൾ എവിടെ പോയി, ആ കർഷക സംഘടനകളൊക്കെ എവിടെ പോയി എന്നാണെങ്കിൽ അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു നോൺ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാകേണ്ടി വന്നത്. അവർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമല്ല, നമ്മളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായി ഈ സംഘടനയെ കണ്ടാൽ മതി എന്ന കണക്കുകൂട്ടലുള്ളവരുണ്ട്. അപ്പോൾ അവർ ഭിന്നിച്ചു പോയിട്ടുണ്ട്.
പുതിയ സംഘടന രൂപപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ എന്താണ് ഇപ്പൊ ഇത്ര വലിയ അതിശയമുള്ളത്? അല്ല, അതിശയൊന്നും ഇല്ല ഗോപികൃഷ്ണൻ. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതിൽ എനിക്ക് അസ്വസ്ഥതയുമില്ല. പക്ഷേ സാധാരണ ഒരു ചർച്ച നയിക്കുന്നത് താങ്കൾക്ക് സംസാരിക്കാനുള്ള സമയം തരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജയേന്ദ്രൻ മാസ്റ്റർ, ഞാൻ താങ്കൾക്ക് പറയാനുള്ള സമയം അനുവദിക്കുമെന്നാണ് പറഞ്ഞത്. ഏങ്കർ എപ്പോൾ വേണമെങ്കിലും ഇടം. പക്ഷെ ഒരു ഫ്ലോയിനകത്ത് ഒന്നാം ഘട്ടത്തിൽ തന്നെ കയറി തടസ്സപ്പെടുത്തുന്നത് അത്ര നല്ലൊരു രീതിയാണോ എന്ന് താങ്കൾ താങ്കളുടെ ഭാഗം പറയും. ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അതിനെയും വഴങ്ങാൻ ഞാൻ തയ്യാറാണ്. കാരണം നിങ്ങളാണ് ആങ്കർ. അല്ലല്ല, അങ്ങനെ അല്ല, ഒരൊറ്റ മിനിറ്റ് ജയേന്ദ്ര മാസ്റ്റർ. അങ്ങനെ ഒരു പരമാധികാരത്തിൽ നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ജനാധിപത്യപരമായി തന്നെയാണ്. അല്ല, ഞാനും ആ ജനാധിപത്യ അവകാശം എൻ്റെ ചർച്ചയിൽ പങ്കെടുക്കും, എൻ്റെ വാദഗതികൾ അവതരിപ്പിക്കാനുള്ള അവസരം മാത്രമേ ഞാനും ചോദിച്ചിട്ടുള്ളൂ. അതിൽ നമ്മൾ തർക്കിക്കേണ്ട. ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം പൊളിറ്റിക്കലാണ് ഈ വിഷയം എന്നുള്ളൊരു സൂചനയാണ്. സത്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകൾ ഒരു സഹന സമരത്തിനോ ഒരാവശ്യം നേടിയെടുക്കാനുള്ള പോരാട്ടമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 24-ന്റെ റിപ്പോർട്ട് തന്നെ ഞാൻ കുറച്ച് മുമ്പ് ശ്രദ്ധിച്ചു. അവരുടെ ട്രാക്ടറിനകത്ത് അവർ സംഘടിപ്പിച്ചു വെച്ചത് എന്തൊക്കെയാണ്, ഏതൊക്കെ സന്നാഹങ്ങളുമായിട്ടാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നത് ഇവരെ കയറൂരി വിട്ട് ഇരുകൈയും നീട്ടി അവിടെ സ്വീകരിച്ച് കഴിഞ്ഞ തവണ ഉണ്ടായ മാതിരിയിൽ ഖലിസ്ഥാന്റെ മുദ്രാവാക്യം വിളിക്കാനും രാജ്യവിരുദ്ധ പതാകകൾ ഉയർത്താനും അവസരം കൊടുക്കണോ? ഞാൻ താങ്കളുടെ ഫോണിലേക്ക് അവരുമായി ബന്ധപ്പെട്ട ലേഖകന്റെ ചോദ്യത്തിന് ആരാണ് ഈ സമരത്തിന്റെ പുറകിലെന്ന് കൃത്യമായി അവർ ഉത്തരം നൽകുന്നത് ഞാൻ താങ്കളുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ഷോർട്ട് ഫോം കൃത്യമായിട്ട് അവർ പറയുന്നു ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്ന്. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ജനാധിപത്യപരമായി അവകാശങ്ങളും സമരം ചെയ്യുന്നതിനൊന്നും ആരും എതിർക്കുന്നില്ല. മാത്രമല്ല, ഞാൻ താങ്കളുടെ മുമ്പാകെ ചോദിക്കുന്നു, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ തൊട്ട് മുമ്പ് പലരും പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഞാൻ താങ്കളുടെ മുമ്പാകെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് 2012-13 ഗോതമ്പിൻ്റെയും അരിയുടെയും താങ്ങുവില എത്രയായിരുന്നു? 1250 രൂപ. ഇന്ന് നെല്ലിൻ്റെ താങ്ങുവില എത്രയാണ്? 2183 രൂപ. ഏതാണ്ട് നേരെ ഇരട്ടിയായോ? അന്ന് ഗോതമ്പിൻ്റെ വില 1350 രൂപയായിരുന്നു താങ്ങുവില. ഇന്ന് ഗോതമ്പിൻ്റെ താങ്ങുവില എന്താണ്? നമുക്ക് പബ്ലിക് ഡൊമൈനിൽ കിട്ടും, 2275. 1350 നിന്നും 10 വർഷം കൊണ്ടുള്ള അകലം എത്രയാണ്? നേർ ഇരട്ടിയാകുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, മാത്രമല്ല എത്ര പേർക്ക് കിസാൻ സമ്മാൻ നിധി, എത്ര പേർക്ക് ആനുകൂല്യങ്ങൾ, മാത്രമല്ല ഇവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ പല ആളുകളും പങ്കെടുക്കുന്നുണ്ടല്ലോ നമ്മുടെ മണ്ണിൽ നിന്ന്. ഇവരൊക്കെ പണ്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ തന്നെ ഒരുപക്ഷെ നമ്മുടെ സഹപ്രവർത്തകരായിട്ട് പലരും അന്ന് ന്യായീകരിച്ചുണ്ടാവാം. അവരുടെ അധികാര പരിധിയിൽ ഈ സമരത്തോടും കർഷകരോടും മിനിമം സപ്പോർട്ട് പ്രൈസിനോടും ഒക്കെയുള്ള സമീപനം എന്താണ്? ഈ ഗവൺമെന്റിനോട് മുമ്പിൽ അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ആത്യന്തികമായിട്ട് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നുള്ളതല്ലേ വസ്തുത. എന്നിട്ടും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി ചർച്ചയ്ക്ക് 2 വട്ടം. ഇനിയും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. 24 ലക്ഷം കോടി രൂപയുടെ ബാധ്യതകൾ മുഴുവൻ എഴുതിത്തള്ളണമെന്നും ഈ തരത്തിൽ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കണമെന്നും ഈ രാജ്യത്ത് 2013 കോൺഗ്രസ് കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമം പരിഷ്കരിക്കണമെന്നും അത് പാടെ തള്ളിക്കളയണമെന്നും ഒക്കെ പറയുന്നത് വിഷയത്തോടുള്ള സമീപനമാണോ? അതല്ല. ഒരു കാര്യം നമുക്കറിയാം, അല്ല. അപ്പോൾ താങ്കൾ പറയുന്നത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരത്തിന് മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നാണോ? ഇപ്പോൾ ഖലിസ്ഥാൻ വാദത്തിന്റെ കാര്യമൊക്കെ താങ്കൾ ഇതിനകത്ത് പറഞ്ഞു. ഗുരുതരവും ഗൗരവമുള്ളതുമായ ആരോപണങ്ങളാണ് ഈ ഉന്നയിക്കുന്നത് താങ്കൾ ഈ ചർച്ചയിൽ. അല്ല, കഴിഞ്ഞ പതാക താഴ്ത്തി കെട്ടിയപ്പോഴും അവർക്ക് കൊടുത്ത സമ്മാനങ്ങളും ഓരോ ട്രാക്ടറിനും കിട്ടുന്ന റിവാർഡും ഒക്കെ നമ്മൾ അന്ന് ചർച്ച ചെയ്തതല്ലേ ഗോപികൃഷ്ണൻ? അതൊക്കെ നമ്മളന്ന് കേട്ടതും കണ്ടതുമല്ലേ? അപ്പൊ അതിലൊന്നും അത്ഭുതപ്പെടാനില്ല. യഥാർത്ഥ കർഷകരാണെങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സമരം 2021-22 നടക്കുമ്പോൾ നമ്മൾ പേടിച്ചു. നമ്മൾ മലയാള മാധ്യമങ്ങളെ ചർച്ചയെ പറഞ്ഞത് എന്താ? ഇതാ കർഷകർ പട്ടിണി കിടക്കുന്നു, അവർക്ക് മനസ്സ് ദുഃഖിച്ചാൽ ഈ രാജ്യത്തെ ഉൽപ്പാദനം കുറയും, നമ്മളൊക്കെ പട്ടിണി കിടക്കേണ്ടി വരും. ഡാറ്റ എന്താണ്? 2020-21 389.93 ലക്ഷം കോടിയായിരുന്നു ഈ രാജ്യത്തെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം. സമരം ചെയ്തു തകർന്നു എന്ന് നമ്മൾ പറയുമ്പോൾ 2021-22 ഉൽപ്പാദനത്തിന്റെ അളവെടുത്ത് നോക്കിയപ്പോൾ 389 ലക്ഷം കോടിയിൽ നിന്ന് ടണ്ണിൽ നിന്ന് 433.14 ലക്ഷം കോടിയായിട്ട് ഉയരുകയായിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഈ സമരത്തിന്റെ പുറകിലുള്ളത് യഥാർത്ഥ കർഷകരല്ല, കർഷക വേഷം കെട്ടിയ ചില കലാപകാരികൾ. ഇവർക്ക് ലക്ഷ്യം എന്താണ്? കൃഷിക്കാരന്റെ മോചനമാണോ? അങ്ങനെയാണെങ്കിൽ അതിനുശേഷം നടത്തിയ തെരഞ്ഞെടുപ്പിൽ അവിടെയൊക്കെ ഞാൻ വരാം. ഇനി ഞാൻ താങ്കളിലേക്ക്, കർഷക നേതാവ് ശ്രീ KV ബിജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ KV ബിജു, കർഷക വേഷം കെട്ടിയ കലാപകാരികൾ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി തെരുവിൽ നടത്തുന്ന പ്രകടനങ്ങളാണ് ഈ കാണുന്ന സമരം എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധി പറയുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ സമവായ ശ്രമങ്ങളൊക്കെ നടക്കുമെങ്കിലും
മറുഭാഗത്ത് ഈ സംഘടനകളെ അടിച്ച് ഒതുക്കി ഒരു ഭാഗത്ത് നിർത്താൻ ഒരു ന്യായം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല യഥാർത്ഥ കർഷകരല്ല എന്ന ഒരു വാദവും മുന്നോട്ട് വയ്ക്കുന്നു. ശ്രീ കെ വി ബിജു, അതിനുള്ള മറുപടി ആദ്യം താങ്കളുടെ. അല്ല, ഇതില് ഒരു കാര്യം, അദ്ദേഹം പല നുണകൾ കൊണ്ട് ചില കാര്യങ്ങളെയൊക്കെ മറച്ചു വെക്കുകയാണ്. സംയുക്ത കിസാൻ മോർച്ച നൺ പൊളിറ്റിക്കലിന്റെ ഭാഗമായ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ഇടതുപക്ഷ സർക്കാരിനെതിരെ കേരളത്തില് നെല്ലിന്റെ വില നൽകാത്തതുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കുള്ള സമരം, അതുപോലെ തന്നെ പാലക്കാട് നിന്നുള്ള മന്ത്രിയുടെ വീട്ടിലേക്കുള്ള സമരം, ഇങ്ങനെ നിരവധി സമരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ഏറ്റവും വലിയ 4 സമരം നടത്തിയതും അത് ഞങ്ങളുടെ ഭാഗമായ ജഗജീത് സിംഗ് ദല്ലേവാളിന്റെ സംഘടനയാണ്. അദ്ദേഹം ഒരെണ്ണത്തിൽ 7 ദിവസം നിരാഹാരം കിടന്നു, ഒരെണ്ണത്തിൽ 11 ദിവസം നിരാഹാരം കിടന്നു. രണ്ടാമത്തെ 11 ദിവസം നിരാഹാരം കിടന്ന അതിന് നടത്തിയ പഞ്ചാബ് സർക്കാരുമായിട്ട് നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ഞങ്ങൾ രാഷ്ട്രീയക്കാരായിട്ടുള്ളവരുടെ കർഷക സംഘടനകൾ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് അവർ കർഷക ദ്രോഹികളായപ്പോഴാണ് ഞങ്ങൾ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ എന്ന് എഴുതി കക്ഷി രാഷ്ട്രീയേതര സംയുക്ത കിസാൻ മോർച്ച എന്ന് തന്നെ കൂട്ടിച്ചേർത്തിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായ സംഘടനകളെ ഞങ്ങൾ നീക്കി നിർത്തിയത് ഞങ്ങളിൽ നിന്ന്. അപ്പോൾ അത് അങ്ങനെയുള്ള സത്യങ്ങളൊക്കെ ഒരിക്കലും ഗീബൽസിയൻ തന്ത്രം ഉപയോഗിച്ച് ഇന്ന് അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ള TP ജയചന്ദ്രനെ പോലെ ആളുകൾ മറച്ചു പിടിക്കരുത് എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ യഥാർത്ഥ കർഷകരല്ല. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരെയും ഈ BJP ഭരിക്കുന്ന കാലത്ത് കാശ് കൊടുത്ത് സമരത്തിന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റവും കർഷകദ്രോഹിയായിട്ടുള്ള ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ഞാൻ നരേന്ദ്രമോദിയാണെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ലോകം മുഴുവനുള്ള എല്ലാ ഭരണാധികാരികളും ഉൽപാദന ചെലവ് കൂടുന്നത് കൊണ്ട് സ്വന്തം കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുമതി തീരുവ കൂട്ടുകയാണ്. എന്നാൽ ഈ മോഡി സർക്കാർ ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ ചെയ്ത കാര്യങ്ങളൊന്ന് നോക്കുക. 2016 ഗോതമ്പിന്റെ ഇറക്കുമതി തീരുവ 10% കുറച്ചു. 2017 വെറും പൂജ്യമാക്കി. ആ സമയത്ത് 5.4 മില്യൺ ടണ്ണ് ഗോതമ്പ് വന്ന സമയത്ത് 4 സംസ്ഥാനങ്ങളിലെ ഗോതമ്പിന്റെ വിലയിൽ 30% കുറവാണ് ഉണ്ടായിരുന്നത്. തേങ്ങയുടെ വില കുറഞ്ഞു നമ്മുടെ കേരളത്തിൽ. അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ്? 2022 സെപ്റ്റംബർ മുതൽ പാം ഓയിലിന്റെയും അതുപോലെ തന്നെ ക്രൂഡ് പാം ഓയിലിന്റെയും ക്രൂഡ് സോയാബീൻ ഓയിലിന്റെയും ശുദ്ധീകരിച്ച സോയാബീൻ ഓയിലിന്റെയും ഇറക്കുമതി തീരുവ ഈ സർക്കാർ കുറച്ചു. ആസിയാൻ കരാറിൽ നിശ്ചയിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തീരുവ ശുദ്ധീകരിച്ച പാം ഓയിലിൻ്റെത് 60%, ശുദ്ധീകരിക്കാത്തതിൻ്റെ 45%. ശുദ്ധീകരിക്കാത്ത പാം ഓയിലിൻ്റെയും അതുപോലെ തന്നെ സൂര്യകാന്തി എണ്ണയുടെയും 5.5% ലോകത്ത് ഒരു രാജ്യത്തും വെക്കാത്ത അത്ര ഇറക്കുമതി തീരുവയായിട്ട് ഇവർ കുറച്ചു. അതുമാതിരി ശുദ്ധീകരിച്ച പാം ഓയിലിൻ്റെ അതുപോലെ തന്നെ സോയാബീൻ എണ്ണയുടെയും ഇറക്കുമതി തീരുവ 15.5% കുറച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മറ്റു രാജ്യങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നു ഞാൻ 1-2 ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. ചൈനയും അമേരിക്കയും ആയിട്ടുള്ള ട്രേഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പൂർണ്ണമായിട്ടും തങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യ എണ്ണ ഉണ്ടാക്കാൻ പറ്റാത്ത രാജ്യമായ ചൈന അവരുടെ ഭക്ഷ്യ എണ്ണയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുമതി തീരുവ കൂട്ടി. ആ സമയത്ത് അതല്ലാതെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ട്രേഡ് വാറിനുള്ളത് ലസൂൺ, അതായത് വെളുത്തുള്ളിയുടെ ഇറക്കുമതി തീരുവ അമേരിക്ക കൂട്ടി. ഇത് രണ്ടും ആ നാട്ടിലെ കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതാത് സർക്കാരുകൾ ചെയ്തതാണ്. ഇനി ഫ്രാൻസിന്റെ കാര്യം എടുക്ക്, അതുപോലെ തന്നെ ജർമ്മനിയുടെ കാര്യം എടുക്ക്. ഈ സ്വതന്ത്ര വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി നിലകൊണ്ട ജർമ്മനിയും അതുപോലെ തന്നെ ഫ്രാൻസും അമേരിക്കയും പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സ്വന്തം കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ നടപടികൾ എടുക്കുന്ന സമയത്ത് ഇവിടെ കർഷകദ്രോഹപരമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കർഷകരായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ അവരെ ഞങ്ങൾ രാജ്യദ്രോഹി എന്നേ വിളിക്കുള്ളൂ. നിങ്ങൾ ഓരോ കാര്യത്തിലും എടുത്തു കഴിഞ്ഞാൽ ഞാൻ കണക്ക് നിരത്തി പറയാൻ സാധിക്കും. ഇത്ര രാജ്യദ്രോഹിയായിട്ടുള്ള, ഇത്ര കർഷകദ്രോഹിയായിട്ടുള്ള ഒരു ഭരണാധികാരി ലോകത്ത് എവിടെയുമില്ല. അത്രയധികം തന്നെ കർഷകരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. ഇനി ഓരോ കാര്യത്തിലും നിങ്ങൾ നോക്കുക. കോർപ്പറേറ്റുകളുടെ ഞങ്ങളുടെ ഒരു ഡിമാൻഡിൽ ഒന്നാണ്, അതായത് കർഷകരുടെ കടം എഴുതി തള്ളെന്ന് പറയാറില്ല. ഞങ്ങൾക്ക് കടം വരാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്തുട്ടാ?
ഇവർ ഇറക്കുമതി തീരെ കുറച്ചുകൊണ്ട് ഞങ്ങൾക്ക് പുറമേ നിന്ന് ഉൽപ്പന്നങ്ങൾ വരുന്നതുകൊണ്ട് ഞങ്ങളുടെ ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ല. ആ വില കിട്ടാത്തത് കൊണ്ടാണ് കർഷകന് ഞങ്ങൾക്ക് ഉൽപാദന ചെലവിന് തത്തുല്യമായ വില കിട്ടാത്തതുകൊണ്ട്, ഞങ്ങൾക്ക് ലാഭമില്ലാത്തതുകൊണ്ട് കർഷകന് കടം വരുന്നു. അങ്ങനെ കർഷകന് കടം വരുന്നത് കൊണ്ടാണ് കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത്. 2017 ഇപ്പൊ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം എങ്ങനെ 2017 ഇന്ത്യയിൽ 5004 കർഷകർ ആത്മഹത്യ ചെയ്തെങ്കിൽ 2022 10,000-ത്തിലധികം കർഷകർ ആത്മഹത്യ ചെയ്തു. മുമ്പ് കൃത്യമായിട്ട് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ക്രൈം റെക്കോർഡ് ബ്യൂറോ കൃത്യമായിട്ട് എല്ലാ വർഷത്തെ കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് അവർ ഇപ്പൊ നിർത്തിവെച്ചപ്പോൾ ഞങ്ങൾ രണ്ടാമത് ആവശ്യപ്പെട്ടിട്ട്, ഞാൻ ഈ അടുത്ത ദിവസം വെബ്സൈറ്റ് ചെക്ക് ചെയ്തല്ലേ രണ്ടാമത് ആവശ്യപ്പെട്ടു കർഷകർ ആത്മഹത്യയുടെ കണക്ക് പറയണമെന്നുള്ളത്. വസ്തുതകൾ മറച്ചു വെച്ച് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പാം ഓയിലിന്റെ ഇറക്കുമതിയിലെ വലിയൊരു ശതമാനം ഇറക്കുമതി ചെയ്യുന്ന അദാനി എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനിയാണ്. അവരുടെ ബ്രാൻഡുകൾ എത്രണ്ണമുണ്ട്? പാം ഓയിലും അതുപോലെ ഇൻഡസ്ട്രിയൽ എഡിബിൾ ഓയിൽ തന്നെ പല ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്, സോപ്പ് ഉണ്ടാക്കാൻ, ബാക്കി കാര്യങ്ങളിലൊക്കെ. ഇതിന് സപ്ലൈ ചെയ്യുന്ന അവരുടെ പെർസെൻറ്റേജ് എത്രയാണ്? അപ്പോൾ ഇപ്പോൾ മുമ്പ് ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിന് മുമ്പ് 1 ലിറ്ററിന്, അതായത് ഇറക്കുമതി ചെയ്യുന്നത് ടണ്ണേജിലാണ്, കിലോ ആയിട്ടാണ് ഇറക്കുമതി ചെയ്യുന്നത്. ലിറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് 90 ഗ്രാം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദാനിക്ക് പല കാരണങ്ങൾ കൊണ്ട് 4 രൂപ 10 പൈസ 1 ലിറ്ററിന് ലാഭം കിട്ടും. അത് വിട്ടിട്ട് ഇപ്പൊ 8 രൂപ 30 പൈസയാണ് ഇറക്കുമതി തീരുവ കുറയ്ക്കുന്ന സമയത്ത് അവരുടെ കണക്ക് പ്രകാരം തന്നെ ലാഭം കിട്ടുന്നത്. ഇപ്പൊ ഞങ്ങളെ കൊന്നിട്ട് കർഷകന്റെ എല്ലാ താല്പര്യങ്ങളും ബലി കഴിപ്പിച്ചിട്ട് ഞങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അദാനിയും അംബാനിയും പോലുള്ള ആളുകളെ രക്ഷിക്കുന്നവരാണ്. ഇവരെങ്ങനെ രാജ്യസ്നേഹികളെന്ന് പറയാൻ പറ്റുക? ശരി, കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും കർഷകരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇതാണല്ലോ താങ്കളുടെ ഒരു പോയിന്റ്. ഞാൻ വരാം. ശ്രീ രാജു പി നായർ, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ താങ്ങുവിലയ്ക്ക് നിയമസാധുത നൽകുന്നതിലേക്ക് കടക്കും എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംസാരിച്ചപ്പോൾ നേരത്തെ BJP പ്രതിനിധി സൂചിപ്പിച്ചത് താങ്കൾ കേട്ടല്ലോ. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനരാവിഷ്കരിക്കുക, നഷ്ടപ്പെട്ട ഭൂമിക്ക് നിലവിലുള്ളതിൻ്റെ 4 ഇരട്ടി നഷ്ടപരിഹാരം ഉറപ്പാക്കുക, അതുപോലെ തന്നെ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ കർഷക സംഘടനകളുടെ ആവശ്യം ന്യായമോ അതല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്നതായ ഒന്നല്ല. അപ്പോൾ അപരിഹാര്യമായ ആവശ്യങ്ങൾ ഉന്നയിക്കുക, അയുക്തികമായ ആവശ്യങ്ങൾ ഉന്നയിക്കുക, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഒരു അട്ടിമറി ശ്രമം, അതുകൊണ്ട് യഥാർത്ഥ കർഷകരല്ല ഈ അണിനിരന്നിരിക്കുന്നത് എന്നൊരു വാദവും അദ്ദേഹം ഇതിന് പിന്നാലെ പറയുന്നുണ്ട്. കോൺഗ്രസ് എങ്ങനെയാണ് ഈ വിഷയത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക? എങ്ങനെയാണ് ഈ വിഷയത്തെ നിങ്ങൾ സമീപിക്കുക? ഗോപീഷ്ണൻ, എന്തായാലും ഈ ഒരു ചർച്ചയിൽ ആദ്യത്തെ 10 മിനിറ്റ് സംസാരിച്ച ശ്രീ ടി പി ജയേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ 10 മിനിറ്റിൽ ഇന്ന് കർഷക സമരത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഈ ഗവൺമെൻറ് എത്രമാത്രം ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണെന്നതിൻ്റെ സൂചനയാണ്. അദ്ദേഹം ആ 10 മിനിറ്റിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത് മുഴുവൻ ഇതിനകത്തുള്ള തീവ്രവാദി ബന്ധം, രാജ്യവിരുദ്ധത, പിന്നെ എന്താ പറയുക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, പിന്നെ ഇവരുടെ സംഘടനയ്ക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇതാണോ ഈ രാജ്യത്തെ 18% GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇവിടുത്തെ കർഷകർ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചൊരു സമരം നടത്തുമ്പോൾ ആ ചർച്ചകളിൽ ജനങ്ങളോട് പറയേണ്ടത് ഇതാണോ? അത് പറയാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഈ സർക്കാർ എത്രമാത്രം കർഷക വിരുദ്ധ നയങ്ങളാണ് എടുക്കുന്നതെന്ന് TP ജയചന്ദ്രന് തന്നെ നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞാനൊരു ചർച്ചയിൽ വന്നിരുന്ന് എൻ്റെ വാദങ്ങൾ ഉന്നയിക്കുന്നത് എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ ആ ബോധ്യം ശ്രീ TP ജയചന്ദ്രൻ ഇല്ല എന്നുള്ളത് ഈ ചർച്ചയിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് BJPയുടെ സമീപനം. BJP എന്താ പറയുന്നത്? ഈ കർഷകരെ മുഴുവൻ രാജ്യവിരുദ്ധരായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക. എന്താ ഇവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുക? ഇപ്പൊ ഗോപീഷ്ണൻ ചോദിച്ച ഒരു ചോദ്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ പറയുന്നത് ഒരു സമരത്തിൽ ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും ബ്ലാങ്കറ്റായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് ഒരു സമരത്തിൻ്റെയും ഒത്തുതീർപ്പിൻ്റെ മാതൃകയല്ല. പക്ഷേ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ട് ചർച്ച നടത്താനും അവരോട് ജനാധിപത്യപരമായി ഇടപെടാനും അവരുടെ സമരത്തെ പോസിറ്റീവായി കാണാനും ചെയ്യണം. ഇത് എത്ര വർഷമായിട്ട് ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം MSP ഇവർക്ക് ലീഗൽ റൈറ്റ് ആക്കി കൊടുക്കും. അത് പറഞ്ഞത് കോൺഗ്രസിന്റെ രാഷ്ട്രീയവും കോൺഗ്രസിന്റെ പഴയ റെക്കോർഡിന്റെയും അടിസ്ഥാനത്തിലാണ്. 2004 മുതൽ 2014 വരെ ഉണ്ടായിരുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആശയം ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ജനങ്ങൾക്ക് അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിയമപരമായി അവർക്ക് സാധുത കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് തൊഴിൽ നിയമപരമായ അവകാശമാക്കി മാറ്റിയത്.
ഇൻഫർമേഷൻ നിയമപരമായ അവകാശമാക്കി മാറ്റിയത്, എഡ്യൂക്കേഷൻ നിയമപരമായ അവകാശമാക്കി മാറ്റിയത്, GST കൊണ്ടുവന്നപ്പോൾ 18% ഏറ്റവും ഉയർന്ന നികുതി എന്നുള്ളത് നിയമത്തിൽ എഴുതി വെക്കണം എന്ന് കോൺഗ്രസ് നിലപാടെടുത്തത് നിയമപരമായി ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഏറ്റവും പുതിയ കാലത്തിന്റെ ആവശ്യം മുൻനിർത്തിയാണ്. അതേ ആവശ്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. MSPയുടെ കാര്യത്തിൽ ഇവരെന്താ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 2000 ഇതിന്റെ കണക്ക് നോക്കുക. ഈ UPAയുടെ സമയത്ത് ഇവിടെ കണക്ക് തുകയുടെ കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ, ജയേന്ദ്ര മാഷ ഒരു എക്കണോമിയുടെ സൈസ് വലുതാവുമ്പോൾ അതനുസരിച്ച് തുക വലുതാവും. പക്ഷെ നിങ്ങൾ ശതമാനക്കണക്ക് നോക്കൂ. നെല്ലിന് വേണ്ടി 11.9% UPAയുടെ ഗവൺമെന്റിൽ താങ്ങുവില കൂട്ടിയപ്പോൾ NDAയുടെ സമയത്ത് ഈ കഴിഞ്ഞ 10 വർഷം ഉള്ളത് 4.7% നെല്ല്. അത് ക്ഷമിക്കണം, ഗോതമ്പ്. നെല്ലിന്റെ കാര്യത്തിൽ എന്താ, അത് 134% ഇൻക്രീസാണ് ഉണ്ടായത്. 134% ഇൻക്രീസ് ഉണ്ടായപ്പോൾ NDAയുടെ സമയത്ത് 50% മാത്രമാണ് ഇൻക്രീസ്. അപ്പൊ കർഷകന് അവന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസിന്റെ വില കൊടുക്കുക എന്നുള്ളതാണ്. അതേ സമയം തന്നെ ഇവന് താങ്ങുനില വർദ്ധിച്ച് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന സമയം തന്നെ ഇവിടുത്തെ ഫെർട്ടിലൈസറിന്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് ഇത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഇൻപുട്ട് അവന് വരുന്ന ചെലവ് കൂടുകയും എന്നാൽ അവന്റെ പ്രോഡക്റ്റിന് അവന്റെ ഇതിന് വില കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടായി. അതല്ലാതെ ഈ പാവം കർഷകർക്ക് തലയ്ക്ക് വെളിവില്ലാത്ത കൊണ്ടല്ലോ അവൻ കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡ്യൂസ് പാലും അതുപോലെ തന്നെ തക്കാളി ഉൾപ്പെടെ റോഡിൽ കണ്ടൊന്ന് ഒഴുക്കിക്കളയുന്നത് തലയ്ക്ക് വെളിവില്ലാത്ത കൊണ്ടല്ലോ. അവര് ഏറ്റവും വലിയ ഒരു സമരത്തിൽ നിൽക്കുക. ഈ സമരം ഇതിനു മുമ്പ് നടന്നല്ലോ. ഈ സമരം ഇതിനു മുമ്പ് നടന്നപ്പോൾ എത്രയോ വാഗ്ദാനങ്ങൾ ഇവർ കൊടുത്തിരുന്നു. ആ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കേസുകൾ പിൻവലിച്ചോ? ഏതെങ്കിലും ഇപ്പൊ ഈ ഇന്ന് സമരം നടക്കുമ്പോൾ ഇവർ പഴയ സമരത്തെ കുറിച്ച് കൂടി ചിന്തിക്കണമല്ലോ. ആ കേസുകൾ വല്ലതും പിൻവലിച്ചോ? 750ഓളം ജീവനുകൾ ആ സമരത്തിൽ നഷ്ടപ്പെട്ടു. അവർക്കെതിരെ എന്തെങ്കിലും ഇതിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായോ? ഒരു തീവ്രവാദ ആക്രമണം, ഇപ്പൊ ജയേന്ദ്ര മാഷ് തീവ്രവാദികളായിട്ട് ഇവരെ ചിത്രീകരിക്കുകയാണല്ലോ. ഒരു തീവ്രവാദ ആക്രമണം പോലെ ലഖിംപൂർ കേരിയിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ കർഷകരുടെ നേർക്ക് വാഹനം ഓടിച്ചുകൊണ്ട് മനുഷ്യരെ കൊന്നു. എന്ത് നടപടി ഉണ്ടായി? അപ്പൊ ആത്യന്തികമായി കർഷക വിരുദ്ധ നിലപാട് ഇവരുടെ മുഖമുദ്രയാണ്. 72,000 കോടി രൂപ UPAയുടെ ഗവൺമെന്റിന്റെ സമയത്ത് കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളിയപ്പോൾ ആ കടങ്ങൾ എഴുതി തള്ളുക എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന നീതിയുടെ ഭാഗമാണ്. ഇവിടെ നേരത്തെ ശ്രീ ബിജു ചോദിച്ച പോലെ സർക്കാരിന്റെ നയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കർഷകർക്ക് നഷ്ടം നേരിടുമ്പോൾ ഈ രാജ്യം ആ കർഷകരെ താങ്ങി നിർത്താൻ ചെയ്യേണ്ട നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ ബാധ്യതയാണ് നീതി ലഭ്യമാക്കുക എന്നുള്ളത്. ആ നീതി ലഭ്യമാക്കുന്ന ഭാഗമാണ് അവർക്ക് കടമ എഴുത്തരുത്. പക്ഷേ ഇവരുടെ ഈ നീതി ലഭ്യമാക്കുക അല്ലെങ്കിൽ ഇവരുടെ ഫേവറിറ്റിസം മുഴുവൻ കോർപ്പറേറ്റിന്റെ അടുത്താണ്. കർഷകർ നടത്തുന്ന സമരത്തെ കുറിച്ച് ഇന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി പറഞ്ഞത് 10 സെക്കൻഡ് നോക്കൂ. ഇവര് ഈ കഴിഞ്ഞ കാലയളവിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ നികുതി എഴുതി തള്ളിയെത്തിയ 14.5 ലക്ഷം കോടി രൂപ നിങ്ങൾ നികുതി എഴുതി തള്ളി. ജയേന്ദ്ര മാഷ ഒന്ന് ഞെട്ടുവോ? ഒന്ന് ഇവിടെ നിന്ന് ഞെട്ട്. നിങ്ങൾക്ക് ലക്ഷം കോടി ഈ കടങ്ങൾ കർഷകരുടെ പറയുമ്പോൾ അത് എഴുതി തള്ളാൻ കഴിയില്ല. ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർന്ന് തരിപ്പണമാവുന്ന കാണുകയാണോ നിങ്ങളുടെ ലക്ഷ്യമെന്ന് അങ്ങ് ചോദിച്ചല്ലോ. ഒന്ന് ഞെട്ടിയാട്ടെ. 14.5 ലക്ഷം കോടി ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ നികുതി എഴുതി തള്ളിയ ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ശരി, ഞാൻ വരാം പ്രകാശ് മാസ്റ്റർ. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിനകത്തെ ഇവരുടെ അവകാശവാദങ്ങളും ഇവരുടെ ആവശ്യങ്ങളും ഇവരുടെ ആവശ്യങ്ങളൊക്കെ എത്രത്തോളം ന്യായമാണെന്നുള്ള ഒരു ചോദ്യമാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമുക്കറിയാം ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കപ്പെടും എന്നാണ് താങ്കൾ കരുതുന്നത്? ഇതൊരു രാഷ്ട്രീയ വിഷയമാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കുമോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക? ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങൾ ഉണ്ടായ ശേഷം, ഇപ്പോൾ കഴിഞ്ഞ സമരത്തിൻ്റെ സമയം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പ്രധാനപ്പെട്ട മേഖലകളിലൊന്നും രാഷ്ട്രീയമായി ഇത് BJPക്ക് എതിരായില്ല തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കർഷകരല്ല, കർഷക വേഷം കെട്ടിയിട്ടുള്ള കലാപകാരികൾ ഈ പ്രതിഷേധത്തിന് വേണ്ടി രംഗത്ത് വന്നു എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ കോടതികൾ പറയുന്നു ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം. കോടതി പറയുന്നു ഇതിൽ കർഷകർക്ക് ന്യായമായും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്.
രമ്യമായി പരിഹരിക്കണമെന്ന കോടതി നിർദ്ദേശമുണ്ടെങ്കിലും രമ്യമായി പരിഹരിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു സന്നദ്ധത, ഒരു മുൻകൈ എടുക്കൽ സർക്കാരിൻ്റെ ഭാഗത്ത് ആത്മാർത്ഥമായി ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതെല്ലാം ഇതിനെ അടിച്ചമർത്തുക എന്നതായിരിക്കുമോ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്? നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യയിലെ കൃഷിക്കാരോട് ഏറ്റവും വലിയ വഞ്ചന കാണിച്ച ഗവൺമെൻറ്റാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹവും BJP നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം നേരത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് നടപ്പാക്കാതെ പോയിട്ടുള്ള സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉൽപ്പന്നങ്ങളുടെ MSP സംബന്ധിച്ചാണ്. C2+50 എന്ന് പറയുന്ന ഫോർമുല വെച്ചുകൊണ്ട്. എന്നാൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ആദ്യത്തെ 5 കൊല്ലക്കാലം എന്താ ചെയ്തത്? ഇവിടെ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നപ്പോൾ അന്ന് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിരുന്ന അഫിഡവിറ്റിൽ പറഞ്ഞത് ഇത്തരം ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിന് പരിഗണനയില്ല എന്നാണ്. പിന്നീട് കൃഷിക്കാരുടെ സമരം നടന്നു. എത്ര ദിവസക്കാലം? നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ 380 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പണിമുടക്ക് നടത്തി. കൃഷിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ സ്വാമിനാഥൻ MS സ്വാമിനാഥന് ഭാരതരത്ന കൊടുക്കുകയാണ് എതിർ കൃഷിക്കാരുടെ വോട്ട് കിട്ടാൻ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 380 ദിവസക്കാലം ഈ ഇന്ത്യയിൽ കൃഷിക്കാർ സമരം നടത്തിയപ്പോൾ ഒരു സെക്രട്ടറിയെ വിട്ട് ഒരു ചർച്ച നടത്താൻ തയ്യാറായ ആളാണോ ഈ പറയുന്ന ഇന്ത്യ പ്രധാനമന്ത്രി? ഒരു ചർച്ചയും ഉണ്ടായില്ലല്ലോ. ഒടുവിൽ ഇത് തങ്ങളെ ബാധിക്കുമെന്ന് കണ്ടപ്പോൾ പഞ്ചാബിൽ വെച്ച് അദ്ദേഹം ഒരു പരസ്യ പ്രസ്താവന നടത്തി, ഞാൻ ഈ 2 നിയമങ്ങൾ പാസ്സാക്കും. പക്ഷേ കൃഷിക്കാരുടെ സംഘടന SKM അംഗീകരിച്ചില്ല. എന്തുകൊണ്ട്? നരേന്ദ്രമോദിയുടെ വാക്കുകൾ വിശ്വസിക്കാനാവില്ല. ഞങ്ങളുമായി ചർച്ച ചെയ്ത് എഗ്രിമെന്റ് ഉണ്ടാക്കാതെ ഞങ്ങൾ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് SKM എടുത്തു. അന്ന് ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ കൃഷികാര്യ വകുപ്പിന്റെ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത് ചർച്ച നടന്നു. റിട്ടേൺ ആയിട്ട് അവർക്ക് എഗ്രിമെന്റ് കൊടുത്തു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? നിയമപരമായിട്ട് MSP ഉറപ്പാക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരും. അവിടെ കേസെടുത്തിട്ടുള്ള കേസുകളെല്ലാം പിൻവലിക്കും. മരിച്ചു വീണ 715 ആളുകൾക്ക് കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കും. ലക്കിംപൂർ ഖേരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമപരമായിട്ട് നടപടി ഉറപ്പാക്കും. കൃഷിക്കാരുടെ കടം എഴുതി തള്ളും. ഇതെല്ലാം നേരത്തെ വാഗ്ദാനം നൽകിയ കാര്യങ്ങളാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയിലെ കൃഷിക്കാർക്ക് കൊടുത്ത വാഗ്ദാനമാണത്. ആ വാഗ്ദാനം നടപ്പിലാക്കാൻ ആ സമരം കഴിഞ്ഞ് 2.5 കൊല്ലമാവുകയാണല്ലോ. വാഗ്ദാനം കൊടുത്ത് 2.5 കൊല്ലമാവുകയാണല്ലോ. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലത്ത് 1 ലക്ഷത്തിലേറെ കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു, ജീവിതത്തിന്റെ അറ്റ കുട്ടിമുട്ടിക്കാൻ വേണ്ടി കഴിയാതെ. എന്നിട്ട് ഇപ്പോഴും പറയുന്നു ചർച്ച ചെയ്യണം. പിന്നെ അവർ ഉന്നയിക്കുന്ന ആക്ഷേപം ഞാൻ ചോദിക്കട്ടെ, 350 ദിവസം സമരം നടത്തപ്പോൾ എന്താ പറഞ്ഞത്? ഇത് ചൈനക്കാരുടെ സമരമാണ്, ഇത് പാകിസ്ഥാൻകാരുടെ സമരമാണ്, ഈ തീവ്രവാദികളുടെ സമരമാണ്, ഇത് അന്യ രാജ്യക്കാർ ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്ന സമരമാണ്. എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. സമര കേന്ദ്രത്തിലേക്ക് തഗ്ഗുകളെ അയച്ചിട്ട് അവിടെ അടിയുണ്ടാക്കാൻ നോക്കിയിട്ടില്ലേ നിങ്ങൾ? റോഡുകൾ ട്രെഞ്ച് കുറിച്ചിട്ട് അവിടെ ഇത് തടയാൻ വേണ്ടി നോക്കിയില്ലേ നിങ്ങൾ? റോഡിലാകെ തന്നെ ഈ പറയുന്ന പോലെ വലിയ മുള്ളുകൾ, ഇരുമ്പിന്റെ മുള്ളുകൾ ഘടിപ്പിച്ച് തടയാൻ വേണ്ടി നിങ്ങൾ നോക്കിയില്ലേ? ഈ റോഡിന് കുറുകെ കമ്പിവേലി കെട്ടിയില്ലേ? എത്ര കള്ളക്കേസുകൾ, എത്ര ഭീകരമായ അത്യാചാർത്തികൾ, അതെല്ലാം അതിജീവിച്ചവരാണ് ഈ ഇന്ത്യയിലെ കൃഷിക്കാർ. ഇപ്പോഴത്തെ വരുന്ന 16-ാം തീയതി ഒരു വലിയ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് കേവലമായിട്ട് SKM മാത്രമല്ല, ഇന്ത്യയിലുള്ള ജോയിന്റ് പ്ലാറ്റ്ഫോം ഓഫ് സെൻട്രൽ ട്രേഡ് യൂണിയൻസ് അവരാകെ ചേർന്ന് അത് തൊഴിലാളി പണിമുടക്കവും അതുപോലെ ഗ്രാമീണ ബന്ധു പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതേ കാര്യം നേരത്തെ 2.5 കൊല്ലക്കാലം മുമ്പ് സമരം അവസാനിപ്പിക്കുമ്പോൾ എന്താണോ പറഞ്ഞത് അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യേണ്ടി വന്നിരിക്കുന്നു. നാണമില്ലേ കേന്ദ്ര ഗവൺമെന്റിന്? തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അല്ലേ? പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കണ്ടേ? എന്നിട്ട് ഇപ്പോ ചർച്ച വേണോ? എന്തിന് ചർച്ച? ഉണ്ടാക്കിയ തീരുമാനം നടപ്പിലാക്കാനാണ് സമരം. ആ സമരത്തെ നിങ്ങൾ അടിച്ചമർത്തി കളയാമെന്നാണോ? ഇതിനേക്കാൾ എത്രയോ വലിയ അടിച്ചമർത്തി കണ്ടിട്ടുണ്ടല്ലോ ഇതിലെ കർഷക പ്രസ്ഥാനം. അതിനൊന്നും തന്നെ വടങ്ങുന്ന ആളുകളല്ല ഇതിലെ കർഷകരായിട്ടുള്ള ആളുകൾ, തൊഴിലാളികളായിട്ടുള്ള ആളുകൾ. ഇവിടെ നഗ്നമായ ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുകയാണ്. കൃഷിക്കാരന്റെ പുച്ഛാണ്. ഇവിടെ കൃഷിക്കാർക്ക് ഒരാനുകൂല്യമില്ല. അവൻ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ വിശപ്പ് പട്ടികയില് 111ാമത്തെ രാജ്യമല്ല ഇന്ത്യ രാജ്യം. നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം 1 ലക്ഷം കൃഷിക്കാർ ആത്മഹത്യ ചെയ്തില്ലേ? എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ മുന്നോട്ടേക്ക് വന്നോ? പക്ഷേ ഇവിടെ ഇപ്പോ ഈ 16-ന്റെ സമരം BJPക്കാർ എവിടെയെല്ലാം ഭരിക്കുന്നുണ്ട്, എന്താ അവിടെ ചെയ്യുന്നത്? അവിടെയെല്ലാം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ കൽത്തുറുങ്കിൽ അടക്കുന്നു, അവരുടെ യാത്ര തടയുന്നു. അതൊരു ജനാധിപത്യ ഗവൺമെന്റ് ആണ് എന്ന് നിർലജ്ജ പ്രസംഗിക്കല്ലേ? ഇന്ത്യ രാജ്യത്ത് BJP എവിടെയെല്ലാം ഭരിക്കുന്നുണ്ട് അവിടെയെല്ലാം ഈ 16-ന്റെ സമരം അടിച്ചമർത്താൻ വേണ്ടി നീക്കം നടക്കുകയല്ലേ? മധ്യപ്രദേശിൽ നിരവധി പേര് അറസ്റ്റ് ചെയ്തു, UP നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്തു. കേസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ്, സ്റ്റേറ്റ് സെക്രട്ടറി അവരെല്ലാം ജയിലിലടച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഹരിയാന, രാജസ്ഥാൻ, UP BJP എവിടെയെല്ലാം ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ കൃഷിക്കാരുടെ സമരത്തെ തച്ചമർത്താൻ വേണ്ടിയിട്ട് ജനാധിപത്യ വിരുദ്ധ നടപടികൾ സ്വീകരിക്കുക. ഇവിടെ നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, കൃഷിക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണ്, അവരുമായി ചർച്ച ചെയ്ത് പരിഹാരം കാണണം. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി, അദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്നുവരെ
ഈ കഴിഞ്ഞ 10 വർഷക്കാലം കർഷക സമരങ്ങളുടെ കാലമാണ്. ഒരു മുദ്രാവാക്യത്തിന് മേലെ മാത്രമല്ല, ലാൻഡ് അക്വിസിഷൻ ആക്ട് അടക്കമുള്ള വിഷയത്തിന് മേലെ ഭൂമി അധികാർ ആന്തോളൻ എത്ര സമരം നടത്തി? ഒരൊറ്റ ചർച്ച ഈ നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ടോ ഈ കൃഷിക്കാരുമായിട്ട്? ഇപ്പോ കേന്ദ്ര കൃഷിക്കാര്യമന്ത്രി അർജുൻ മുണ്ടെ ചർച്ച ചെയ്യുന്നു. എന്താ നേരത്തെ ചർച്ച ചെയ്താൽ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ടേക്ക് വന്നുകൂടാ? നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പാണ് പ്രധാനം. നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന പോലെ അഗ്രികൾച്ചർ കമ്മീഷൻ ഉപയോഗിക്കണതിനാ സ്വാമിനാഥന് ഭാരതത്തിന് കൊടുത്തതിന് വേണ്ടിയിട്ട് സ്വാമിനാഥൻ പറഞ്ഞ കാര്യം നടപ്പിലാക്കണമെന്നാ ഞങ്ങൾ പറയുന്നത്. സ്വാമിനാഥന് ഭാരതരത്ന കൊടുത്താൽ കൃഷിക്കാരെല്ലാം വോട്ട് ചെയ്യുന്നതാണോ? ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ സമരത്തിനകത്ത് പങ്കെടുത്ത സ്ഥലത്തെ കൃഷിക്കാര് നിങ്ങൾക്കെതിരെ നിന്നിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള വോട്ടിലെ വലിയ വ്യത്യാസം BJP ഒക്കെ ഇവിടെയുണ്ട്. ഇടതുപക്ഷത്തിന് നല്ല ജയിച്ചില്ല എന്നുള്ള വേറെ കാര്യം, പക്ഷെ നല്ലതുപോലെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൃഷിക്കാർ കാര്യം തീരുമാനിക്കും. കാരണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്നവർ അവരാണ് കൃഷിക്കാർ. അവർ പകരം ചോദിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. രജേന്ദ്ര മാസ്റ്റർ, താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞത് കർഷകരല്ല, കർഷക വേഷം കെട്ടിയിരിക്കുന്ന കലാപകാരികളാണ് ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാർ 2 മന്ത്രിമാർ എന്തിനാണ് ഇന്നലെ 5 മണിക്കൂർ സമയം ചെലവിട്ടത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി? അങ്ങനെയാണെങ്കിൽ ഏത് സന്ദർഭത്തിലായിരിക്കും പിന്നെ കോടതി പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്? എന്തുകൊണ്ടായിരിക്കും കർഷകർക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാഭാവികമായ അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞത്? അപ്പോൾ കർഷക വേഷം കെട്ടിയ കലാപകാരികളാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് അതിൻ്റെ തെളിവുകൾ നിരത്തി അത് ഡിഫ്യൂസ് ചെയ്യുക, അതിനെ ഇല്ലാതാക്കുക എന്നതാണല്ലോ സർക്കാർ ചെയ്യേണ്ടത്. പകരം നിങ്ങൾ ഒരു ഭാഗത്ത് ചർച്ച നടത്തുന്നു, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളിൽ ഏർപ്പെടുന്നു, മറുഭാഗത്ത് തെരുവിൽ കർഷകരെ നേരിടുന്നു. അപ്പോൾ നിങ്ങൾ ഒരു വാദം മുന്നോട്ട് വെക്കുന്നു, അതിന് നേർവിപരീതമായി കാര്യങ്ങൾ നടത്തുന്നു. ഗോപികൃഷ്ണൻ കോടതി ഉത്തരവ് മുഴുവൻ വായിച്ചിട്ടില്ലല്ലോ ഗോപികൃഷ്ണ. അതിന്റെ 2ാം പാദത്തിൽ കോടതി പറഞ്ഞതും കൂടി ഒന്ന് വായിച്ചുകൂടെ? ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുന്നുവെങ്കിൽ ഗവൺമെന്റ് കർശനമായി ഇടപെടുകയും വേണമെന്ന് കോടതി പറഞ്ഞോ? നിങ്ങൾ പകുതി വായിക്കുകയും പകുതി വായിക്കാതിരിക്കുകയും ചെയ്യല്ലേ ഗോപികൃഷ്ണൻ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കോടതി എല്ലാ വാക്കുകളും പറഞ്ഞിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പ്രശ്നമാണെങ്കിൽ സർക്കാർ ഇടപെടണമെന്ന് കോടതി പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, നിങ്ങൾ കോടതി പറയുമ്പോൾ പറഞ്ഞ എല്ലാ കാര്യവും പറയണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അത് കോടതി പറയേണ്ട കാര്യമില്ലല്ലോ. അതൊരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണല്ലോ ജയേന്ദ്ര മാസ്റ്റർ. അതിനിപ്പോ പ്രത്യേകിച്ച് കോടതി പറയണോ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നേരിടണമെന്ന്? പക്ഷേ ഈ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അതാണല്ലോ ചോദ്യം. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ ഗോപികൃഷ്ണൻ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മിണ്ടാതിരിക്കാം. അല്ല, താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു. 1ാമത്തെ ഭാഗം പറഞ്ഞ താങ്കൾ 2ാമത്തെ ഭാഗം പറഞ്ഞിട്ടില്ല, ശരിയല്ലേ? കോടതി അങ്ങനെയാണെങ്കിൽ കോടതി മറ്റത് കർഷകരുടെ ഞാൻ എന്തിനാണ് താങ്കളോട് അല്ലല്ല താങ്കൾ എന്നോട് ചോദിച്ചുകൊണ്ട് മാത്രം പറയാണ്. താങ്കൾ എന്നോട് പറഞ്ഞത് എന്താ? ഇത് കർഷകരല്ല, കർഷക വേഷം കെട്ടിയ കലാപകാരികളാണെന്നല്ലേ ജയേന്ദ്ര മാസ്റ്റർ താങ്കൾ പറഞ്ഞത്? അപ്പോൾ ഞാൻ താങ്കളോട് പറയുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കോടതി നിങ്ങളോട് ഈ രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് കർഷകരുടെ പ്രശ്നം, ഈ സമരം ന്യായമാണെന്ന് കോടതി പറഞ്ഞത്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ താങ്കളോട്. താങ്കൾ പറയുന്നത് ഇത് കർഷകരല്ല, ഇവർ കലാപകാരികളാണ് എന്നാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെയോ? ശരി, ഞാൻ നിങ്ങളിലേക്ക് അവസാനം വരാം. ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യദ്രോഹിയായ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ സാർ, ഇവിടുന്ന് പലരും പോയി ട്രാക്ടറൊക്കെ ഓടിച്ച് പത്രക്കാരുടെ മുമ്പിൽ വലിയ ആളായിരുന്നല്ലോ. അവിടുത്തെ ജനങ്ങൾ നിങ്ങളെയാണോ വിശ്വസിച്ചത്, ഞങ്ങളെയാണോ? അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞോ കൂടിയോ? നിങ്ങൾ ഈ വലിയ കർഷക സമരം നടത്തി ഇതാ അപ്പടി മോഡി എളിഞ്ഞെളിഞ്ഞ് പോയി എന്നൊക്കെ പറഞ്ഞു. ആ സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴേ ജനം ആരെയാ വിശ്വസിച്ചത്? നിങ്ങളെയാണോ ഞങ്ങളെയാണോ? രാജ്യത്തെ കർഷകരാർക്കാ വോട്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്കാണോ ഞങ്ങൾക്കാണോ? അതുകൊണ്ട് ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് പറയൽ എളുപ്പമാണ് സാർ. പിന്നെ എൻ്റെ പേര് മാസ്റ്ററാണ് എന്ന് വെച്ച് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. എൻ്റെ പഞ്ചായത്തിൽ ഇത്തവണ കർഷകനായിട്ട് ആദരിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. സാർ, നിങ്ങളോട് ഞാൻ കൃത്യമായിട്ട് പറയും, ഈ താങ്കൾ ഈ പറഞ്ഞ പേര് നടത്തിയപ്പോൾ സാർ, കേരളത്തിൽ സർക്കാരിന് നെല്ല് അളന്നു കൊടുത്തത് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത മണ്ണാ കേരളം. കർഷകൻ അളന്നു കൊടുത്ത നെല്ലിൻ്റെ പണത്തിന് വായ്പ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. പ്രകാശമാഷ് എന്തൊക്കെയോ വലിയ ചോദ്യം എന്നോട് ചോദിച്ചു. സാർ, ഈ ചോദ്യം ഒന്ന് സ്വയം ചോദിക്കൂ നിങ്ങൾ. അധികം ദൂരമല്ലല്ലോ കണ്ണൂർ ജില്ലയിൽ കെട്ടിത്തൂങ്ങി മരിച്ച കുറേ കർഷകർ. അവരുടെ ജീവിതം സുഭിക്ഷമാക്കി ഉറപ്പുവരുത്തിയിട്ട് പോരെ മോഡിയെ പഠിപ്പിക്കൽ? നെല്ലിന് കേരളത്തിലെ കർഷകർ സാർ എത്ര രൂപ കൂട്ടിയോ കുറച്ചോ? പ്രകാശമാഷ് ഒന്ന് സിമ്പിൾ ഉത്തരം പറ. കഴിഞ്ഞ വർഷം കൊടുത്ത നെല്ലിൻ്റെ കർഷകന്റെ താങ്ങുവില കേരളം വെട്ടിക്കുറച്ചോ?
കേരളത്തിലെ കർഷകന്റെ നെൽകർഷകന്റെ ചെലവ് കൂടിയോ കുറഞ്ഞോ? കൂലി വർദ്ധിച്ചോ? ഉൽപാദന ചെലവ് കൂടിയോ? നിങ്ങൾ വെട്ടിക്കുറച്ചോ? നിങ്ങൾ 250 രൂപ റബ്ബർ കർഷകർ കൊടുക്കുമെന്ന് പറഞ്ഞോ? റബ്ബർ കർഷകരെ നിങ്ങൾ കൂട്ടിക്കൊടുത്തോ? അപ്പൊ ഞങ്ങൾ ഉപദേശിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് സ്വയം പാലിച്ചിട്ടും ചെയ്തിട്ടും പോരെ നിങ്ങൾ ഈ അഭിപ്രായപ്പെടുന്നത്? അപ്പൊ ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഗോപികൃഷ്ണ, വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം. ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ വിറപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്തി. ജനങ്ങൾ മുഴുവൻ ഞങ്ങൾക്കെതിരായിരുന്നു. ജനങ്ങൾ കർഷകരുടെ ആവശ്യങ്ങൾ ഉയർത്തിയവരായിരുന്നു ആ സമരം ചെയ്തവരൊക്കെ. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ ഗോപികൃഷ്ണ? ഈ കർഷക സമരത്തിനു വേണ്ടി മുന്നോട്ട് വന്ന ആളുകളും അതിൻ്റെ പേരിൽ രാഷ്ട്രീയ നേട്ടം കൊള്ളുകയാണ് വന്നവരും എവിടെയാണ് എത്തിയിരിക്കുന്നത്? വളരെ കൃത്യമായിട്ടും ആത്മാഭിമാനത്തോടെയും ഞങ്ങൾ പറയും. ഞാൻ ചില കണക്കുകൾ കൂടി നിങ്ങളുടെ മുമ്പാകെ വെക്കും. നരേന്ദ്രമോദിയുടെ ഏറ്റവും രാജ്യദ്രോഹിയായ ഭരണാധികാരിയാണ്, അദ്ദേഹം മഹാവൃത്തികെട്ടവനാണ് എന്നൊക്കെയാണല്ലോ നമ്മളുടെ ഭാഷഗതി. നോക്കൂ, ഇന്ത്യയിലെ സ്വതന്ത്ര ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ 11.8 കോടി കർഷകർക്ക് ഒരു വർഷം കൃഷിക്ക് വെള്ളവും വളവും മരുന്നും വാങ്ങാൻ 2000 രൂപ വെച്ച് പ്രതിവർഷം 6000 രൂപ വീതമുള്ള 11.8 കോടി കർഷകർക്ക് ലോകത്ത് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ? 1,35,000 കർഷകർക്ക് കോടി രൂപ കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ കർഷകർക്ക് വിതരണം ചെയ്യുകയും അവർക്ക് ഏറ്റവും നല്ല ഉൽപ്പാദനം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടോ? 14 കോടി കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ഗവൺമെന്റ് എങ്ങനെയാണ് കർഷക ദ്രോഹമാണെന്ന് പറയുക? 1,80,000 കോടി രൂപ വളം സബ്സിഡിയുടെ ചെലവഴിച്ചൊരു ഗവൺമെന്റ് എങ്ങനെയാണ് കർഷക ദ്രോഹമാവുക? 4 കോടി കർഷകർക്ക് ഫസൽ ബീമ യോജനയിലൂടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുകയും അവരുടെ ദുരിതകാലത്ത് അവരെ സഹായിക്കുകയും ചെയ്ത ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ചെയ്യുക? ഇനി എന്നെ വേറൊരാൾ ശതമാനക്കണക്ക് പഠിപ്പിച്ചു. അദ്ദേഹം പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത് എന്ന് പറയുന്നു. അദ്ദേഹത്തോട് പറഞ്ഞ കണക്കെത്രയാ? ഞാൻ ചോദിക്കട്ടെ സാർ, ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് ഞെക്കി നോക്ക്. 1250 രൂപ നെല്ലിന്റെ വില 2013-14 കൊടുത്തത് 2183 രൂപയാകുമ്പോൾ എത്ര ശതമാനം എന്നാ പറഞ്ഞത്? 4%. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കണക്കോ നിങ്ങൾ കണക്ക് പഠിപ്പിച്ച അധ്യാപകനെയോ ഒന്നും കൂടി 1-ാം തരം മുതൽ പഠിപ്പിക്കേണ്ടി വരും നായരെ. 1350 രൂപ ഗോതമ്പിന് കിട്ടിയത് 2275 രൂപയാകുമ്പോൾ അത് 11% കണക്ക് പഠിപ്പിച്ച നിങ്ങളും കണക്ക് പറയുന്ന നിങ്ങളും 1-ാം തരം മുതൽ ഒന്നും കൂടി ഗണിതം പഠിക്കേണ്ടി വരുമെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇനി ഈ കണക്കുകളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഇന്ത്യ മഹാരാജ്യത്ത് ഗരീബി ഹട്ടാവോ ബേക്കാരി ഹട്ടാവോ എന്നൊക്കെ വിളിച്ച നിങ്ങൾ എവിടെ എത്തി? ഇനി അതും വിട്ടു നായരെ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ ജനത ഞങ്ങൾ ഇത്രയൊക്കെ ദ്രോഹകരവും കർഷക വിരുദ്ധവും ജനവിരുദ്ധവും ഭീകരവാദികളും ജനാധിപത്യ വിരുദ്ധരുമൊക്കെ ആണെങ്കിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിങ്ങളെ പാഠം പഠിപ്പിച്ച ജനത എന്തേ 4-9 വർഷത്തിനിടയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഈ സർക്കാരിനെ വാരിപ്പുണരാനും സ്വീകരിക്കാനും തയ്യാറാകുന്നു? കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും പലയിടത്തും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് കണക്കുകളും യാഥാർത്ഥ്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടാകാം. ജോർജ് സോറോസ് പറഞ്ഞത് കഴമ്പില്ലെന്ന് നിങ്ങൾ പറയുമോ? ജോർജ് സോറോസിന് ഈ പറയുന്ന പല നേതാക്കന്മാരുമായി ബന്ധമില്ല എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമോ? $1 ബില്യൺ ഭാരതത്തിലെ ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ പറയുമോ? അതിനുവേണ്ടി തങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് വരുന്നു ഗോപികൃഷ്ണൻ, ഞങ്ങൾ ഭയക്കുന്നില്ല. നാടകങ്ങൾ ഇനിയും മുന്നോട്ട് വരും. ഈ നാടകങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കും. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ തവണ സംഭവിച്ച അബദ്ധം ഈ സമരത്തിൽ BJPക്ക് ഉണ്ടാവില്ല. ഒരു കാര്യം ശരിയാണ്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കർഷകരുണ്ടെങ്കിൽ അവരുമായി ഗവൺമെന്റ് ചർച്ച ചെയ്യും. അവരുമായിട്ട് ഈ തവണ തന്നെ ഒരു കോടതിയും പറയാതെ 2 തവണ ചർച്ച ചെയ്തു. ലോ ആൻഡ് ഓർഡർ, ജനങ്ങളുടെ ജീവനും സ്വത്തിനുമെതിരായുള്ള പ്രക്ഷോഭം, അതിനെ ഈ ഗവൺമെന്റ് നിങ്ങളുടെ ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ ഗവൺമെന്റ് വെച്ചു പൊറുപ്പിക്കില്ല. ഈ രാജ്യം